എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ, മുടി നന്നായിട്ട് തിക്നെസ് ഇല്ല, നന്നായിട്ട് മുടി കൊഴിച്ചിലാണ്, അതുപോലെ തന്നെ മുടി വളരുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്ക് ഞാനൊരു പോംവഴിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഹെയർ കെയർ എന്താ പറയുക ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. എനിക്ക് പാക്കുകളൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. പണ്ട് ഞാൻ എങ്ങനെയാ വെച്ചാൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിരുന്നു. ഇപ്പോൾ ഒട്ടും തന്നെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ മുടി കൊഴിയുന്നില്ല. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അതിശയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മെയിനായിട്ട് റീസൺ. ഞാനിപ്പോൾ ഞാൻ പല പാക്കുകളും ഇപ്പോൾ ഈ ഹെയർ മാസ്കുകൾ വാങ്ങിക്കുന്ന ഹെയർ മാസ്കുകളാണ് ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഞാനിപ്പോൾ ഈ ഒരു സാറ്റേണിൻ്റെ കുറച്ച് നാളായിട്ടോ, ഒരു 2-3 മാസമായി ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാറ്റേണിൻ്റെ ഹെയർ വിറ്റാലൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഹെയർ വിറ്റാലൈസർ സിറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളിയാണ്. ഇത് ആഴ്ചയിൽ ഞാനൊരു 3-4 ദിവസമാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യണം. ഞാൻ ചില ദിവസങ്ങളിൽ മറക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു വാങ്ങിച്ച ടൈമിൽ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്തിരുന്നു. എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. നല്ല റിസൾട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ ഞാൻ ഈ ഒരു പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, എനിക്ക് തന്നെ ഭയങ്കര അതിശയമായി പോയി, എന്താ മുടി കൊഴിച്ചില്ലാതെ. അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് സാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഹെയർ വിറ്റാലൈസർ സിറാണ് ഇത്. നമുക്ക് ഡെയിലി നമുക്ക് ജസ്റ്റ് സ്പ്രേയറാണ്. നമുക്കിപ്പോൾ ഞാൻ ഇതെല്ലാം കാണിച്ചു കേട്ടോ. ഇങ്ങനെ സ്പ്രേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ടു യൂസും കൂടിയാണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാറുന്നത്. ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യും, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ടൈമുള്ള സമയത്തൊക്കെ ഞാൻ ഡെയിലി വൺസ് ആണ് ഇത് ചെയ്യാറ് കണ്ടോ. സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ്, ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യാനും. ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. ജസ്റ്റ് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം. ഈസി ടു യൂസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇങ്ങനെ സ്പ്രേ ചെയ്യാം, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എത്ര ബിസി ആയിട്ടായാലും നമുക്കിപ്പോൾ TV കാണുന്ന ടൈമിലാണ് ഒക്കെ നമുക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് എന്താ പറയുക, ഒട്ടും നമുക്കിപ്പോൾ നമ്മൾ കുളിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഹെയർ വാഷ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു നിർബന്ധങ്ങളും ഇല്ല. ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് കുളി കഴിഞ്ഞിട്ട് ഡ്രൈ ആയതിനു ശേഷം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് ആ ഒരു ഫ്രീ ടൈമിൽ ചെയ്യാം. അതുപോലെ തന്നെ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നൈറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് മുടി മുന്നിലോട്ട് ഇട്ടിട്ടും ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഫുള്ളായിട്ടിടും. എന്നിട്ട് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് എന്താ വെച്ചാൽ ഹെയർ നമ്മൾ തീരെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് എല്ലായിടത്തും അടിച്ചു കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ. അത്രയാണ് ഞാൻ ചെയ്യാറുള്ളൂ. വേറെ ഒരു പരിപാടിയും ചെയ്യാറില്ല. പിന്നെ ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ഇവരുടെ തന്നെ ഗമ്മീസ് ആണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഹെയർ കെയർ ആയിട്ട് ചെയ്യുന്നത്. എന്നാൽ വെച്ചാൽ ഒട്ടും തന്നെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഹെയറിൻ്റെ വോളിയം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത്യാവശ്യം കൂടുതൽ തിക്കായ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എനിക്കിത് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. റിസൾട്ട് എന്തായാലും പറയട്ടെ. നമുക്ക് ഇതൊരു 1 വീക്ക് 2 വീക്കിൻ്റെ ഉള്ളൊന്നും റിസൾട്ട് കിട്ടില്ല. നിങ്ങളൊരു മിനിമം ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ യൂസ് ചെയ്താലാണ് ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 to 3 months ആയി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഹെയർ ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തിക്നെസ് ഉണ്ട് കണ്ടോ. നല്ല രീതിയിൽ ഇപ്പോൾ തിക്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് അതിശയമാണ്. ഇത്രയും ഹെയർ കെയർ ഒക്കെ ചെയ്തിരുന്ന ആളായിട്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് മുടി കൊഴിയുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും തന്നെ മുടി കൊഴിയുന്നില്ല. എന്താ പറയുക, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ കുറേ നാളായി ഗമ്മീസൊക്കെ ഞാൻ കുറേ നാളായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഗമ്മീസ് നിർത്തും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഒരുമിച്ച് കഴിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു 3 months ഗ്യാപ്പ് ഇട്ടിട്ട് 3 months കഴിക്കും, പിന്നെ ഒരു 2 months ഗ്യാപ്പ് ഇടും, പിന്നെ അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ എന്തായാലും ഒരു ഹെയർ വൈറ്റമിൻസ് എപ്പോഴും എടുക്കുന്നത് വളരെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നല്ല നല്ല സിറംസും യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി അടിപൊളിയാവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തെങ്കിലും ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബൈ.